Good morning, all. Good morning, ma'am. Good morning. Good morning. Prayer പറഞ്ഞു കേട്ടോ. Dear Allah, please bless every student's trainee and teacher present in this class. Grant us open hearts and clear minds so that we can understand the lesson that are present to us. Amen. Good morning, ma'am. Good morning, all. Today I am here to deliver the sign-in for today's class, and today's class conducted by Abanna ma'am. I would like to welcome Abanna ma'am for conducting today's class, and also I would like to welcome my classmates for your active participation in this class. Thank you all. Once again, good morning. Good morning, ma'am. Good morning, everyone. Do good and good will come to you. നല്ലത് ചെയ്യൂ, നല്ലത് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. Thank you. Thank you. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഐ തിങ്ക് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അതെ മാം. അതില് നമ്മൾ 2 ടൈപ്സ് കോമൺലി കുട്ടികൾ കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ആൻസൈറ്റീസ് ആണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. ഒന്ന് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിനെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള വസ്തുക്കളെ കാണുമ്പോൾ കുട്ടികളിൽ ആദ്യം കാണുന്ന ഒരു ഭയം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു ആൻസൈറ്റി ആയിരുന്നു കുട്ടികളെ അമ്മയിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ കുട്ടികൾ കണ്ടുവരുന്നത് സെപ്പറേഷൻ ആൻസൈറ്റി. ഓക്കെ, സെപ്പറേഷൻ ആൻസൈറ്റി. അപ്പൊ കുട്ടികൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 ടൈപ്സ് ഓഫ് ആൻസൈറ്റീസ് ആണ് സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി ആൻഡ് സെപ്പറേഷൻ ആൻസൈറ്റി എന്നുള്ളത്. ദെൻ നമ്മൾ നോക്കി കുട്ടികൾ അത് കൂടാതെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഫിയേഴ്സ് ഉണ്ട്. ലൗഡ് വോയിസ് കേൾക്കുന്നത് കുട്ടികൾക്ക് ഭയമാണ്. അതേപോലെ തന്നെ ഡാർക്ക്നെസ്, ചില അനിമൽസിനെ കാണുന്നത് ഭയമായിരിക്കും. സ്ട്രേഞ്ച് പേഴ്സൺ, പ്ലേസ്, ഒബ്ജക്ട്സ്, ഇതെല്ലാം കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റ് ഫിയേഴ്സ് ആണ്. ഇത്രയുമായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ഇമോഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ആണ് ഉള്ളതെന്ന് നമുക്ക് പറയാം. ദെൻ നമ്മളിപ്പോ ഹെൽത്ത് ഓക്കെ ആണ്, ആള് ഹെൽത്തി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റും ഓക്കെ ആയിരിക്കും. ഇപ്പൊ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഓർ സഫറിങ് ഫ്രം ഇൽനെസ്, എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് പറഞ്ഞാൽ അത്ര ഓക്കെ ആയിരിക്കില്ല. ഇമോഷണലി അദ്ദേഹം അപ്സെറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പേജ് നമ്പർ 46 കേട്ടോ. ഇമോഷണലി ആള് ഓക്കെ ആവണമെന്നില്ല, ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആവുന്നില്ല. സം മോർ ഇമോഷണൽ അപ്സെറ്റ്സ്, അൺസ്റ്റേബിൾ ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. കാരണം ആള് ഫിസിക്കലി ഓക്കെ അല്ല, മറ്റുള്ളവരെ പോലെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിപ്പെൻഡന്റ് ഒക്കെ ആവുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇമോഷണലി നമ്മളൊരു ബാക്ക്വേർഡ് ആയിട്ട് പോകും, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവില്ല. അപ്പോൾ ഹെൽത്തും ഫിസിക്കൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ട്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും പെർഫെക്റ്റ് ആയിരിക്കും. ഇനി ഹെൽത്ത് വീക്ക് ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും സ്ലോ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇമോഷണലി അദ്ദേഹം അപ്സെറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്ത് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്, ആള് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും അവൻ ഓക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും അസുഖങ്ങൾ സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെ ആവണമെന്നില്ല, ഓക്കെ ആവണമെന്നില്ല. ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഓവർകം ചെയ്ത് മുന്നോട്ട് നമ്മുടെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാണ് വേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്വം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മള്
ട്രെയിൻ ചെയ്യുന്നത് ചിലപ്പോൾ നോർമൽ കുട്ടികളെ ആവാം. നോർമൽ കുട്ടികളെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ട്രെയിൻ ചെയ്യുന്നത് ഇമോഷണലി അല്ലെങ്കിൽ എന്താ പറയാ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് ആവാം. മാനസിക വെല്ലുവിളികളോ അല്ലെങ്കിൽ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളും ആവാം. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ആ കുട്ടികളെ നോർമൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിലും ഒത്തിരി എഫേർട്ട് നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ അവർ നല്ല രീതി അവർ ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരിക്കും. കാരണം അവരുടെ ഇമോഷൻ ഡെവലപ്മെന്റ് ഓക്കെ ആയിരിക്കും. കാരണം അവർക്ക് തന്നെ അറിയാം അവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പൊ അവരുടെ ഇമോഷൻ ഡെവലപ്മെന്റ് സ്റ്റേബിൾ ആയിരിക്കില്ല. സോ നമ്മൾ അവരുടെ ഹെൽത്തും ഓക്കെ അല്ല, മെന്റൽ ഹെൽത്ത് ഓർ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ അല്ല, അതേപോലെ ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റേബിൾ അല്ല. നമ്മൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. ദെൻ മറ്റൊരു ഫാക്ടേഴ്സ് ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഇന്റലിജൻസ്. ഓക്കെ, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളിൽ എങ്ങനെയാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഹൈ തന്നെയായിരിക്കും. അവര് കാര്യങ്ങൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവര് എന്ത് ചെയ്യില്ല, ഇടപെടില്ല. അതേപോലെ തന്നെ അവര് സ്റ്റേബിൾ ആയിരിക്കും. ദെൻ അവര് എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമും കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഇമോഷണലി അവർ ഓക്കെ ആണ്. പക്ഷേ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ അത്രയും ഇന്റലിജൻസ് ഇല്ലാത്ത കുട്ടികൾ, ലോ ആയിട്ടുള്ള ഒരു കുട്ടികൾ അവർ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിരിക്കും. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ ഇന്റലിജൻസ് ഇല്ലാത്ത കുട്ടികളിലാണ് പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ തന്നെ അവരുടെ പെരുമാറ്റം വളരെ എന്താ പറയാ പെട്ടെന്ന് അവർ ദേഷ്യം വരും, വഴക്ക് പറയും, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യും. അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് കുട്ടികളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഹൈ ഇന്റലിജൻസും ലോ ഇന്റലിജൻസും. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് പെരുമാറുന്നത് എങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണ ഉണ്ടാവും. അവരൊരു കാര്യം പറയുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യം എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, ദേഷ്യം വരും. അവർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് കൺട്രോൾ കുറവായിരിക്കും. അവരെ പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കും. സോ ഒരു കമ്പാരിസൺ അത് ഉണ്ട്. പിന്നെ ഇന്റലിജൻസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ. അപ്പൊ ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ, ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോ അവർ വിളിച്ച് പറയുന്നത് ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇമോഷൻസ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്പയർഡ് ടു നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ അവർ പെട്ടെന്ന് ഇമോഷൻസ് നല്ല രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുക പ്രകടിപ്പിക്കുന്നത്. ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ഇമോഷൻസ് പെട്ടെന്ന് എന്ന് വെച്ചാൽ എന്താ പറയാ അവർക്ക് ഇമോഷണൽ കൺട്രോൾ കുറവായിരിക്കും. ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. നോക്കാം ഇന്റലിജൻസ്. സ്റ്റഡീസ് ഹാവ് പ്രൂവ്ഡ് that there is less emotional control among low intelligent children. അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ഇന്റലിജന്റ് കുട്ടികളിൽ ലെസ് ഇമോഷണൽ കൺട്രോൾ ആണ് ഉള്ളത് കമ്പയർഡ് ടു ഹൈ ഇന്റലിജന്റ് ഗ്രൂപ്പ്സ്. ഹൈ ഇന്റലിജന്റ് ഗ്രൂപ്പിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോ ഇന്റലിജന്റ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക്, ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ കുറവാണ്. ആൻഡ് ഇന്റലിജന്റ് പേഴ്സൺ, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നല്ല, അത്യാവശ്യം നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തി നമുക്ക് പറയാം. ഓക്കെ, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ with his reasoning, thinking power, exercise control as per the situation and make proper use of his emotion. അങ്ങനെ ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ റീസണിങ് ചെയ്യാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും തിങ്കിങ് പവർ, അത് ചിന്തിച്ച് അത് അവർക്ക് അവരുടെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ന സിറ്റുവേഷൻ എന്ന രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. പ്രോപ്പർ ആയിട്ടുള്ള യൂസ് ഓഫ് ഇമോഷൻസ് കുട്ടികൾക്ക് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ അവരുടെ ഇമോഷൻസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യും. നമുക്കറിയാം പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും, പക്ഷെ അത് അവർക്ക് അറിയാം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരിക്കലും ആ ദേഷ്യം പ്രകടിപ്പിക്കരുത്. ദെൻ അവരവരുടെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് അവർ പ്രവർത്തിക്കും. ഇപ്പോ നമ്മളെ മുതിർന്നവർ പെട്ടെന്ന് ചൂടാവില്ലേ, അപ്പോൾ നമ്മളെ എന്തെങ്കിലും സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ചൂടാവുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കാം, നമ്മൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തി ചെയ്ത രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരാൾ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അയാളോട് തിരിച്ച് ചൂടാവല്ല വേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കാം, എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം നമ്മളോട് ചൂടായത്,
അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്റെ പ്രതികരണം? ഓക്കെ, ഞാനും ചൂടാവുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ചൂടാവേണ്ട കാര്യമില്ല. നമ്മളതൊന്ന് ഒന്ന് തിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇമോഷൻസ് എന്ത് ചെയ്യാനായിട്ട് പ്രകടിപ്പിക്കാൻ. പെട്ടെന്ന് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഒന്നും പെട്ടെന്ന് വരാൻ പാടില്ല, പെട്ടെന്ന് സങ്കടപ്പെടാനൊന്നും പാടില്ല. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ആർക്കാണ്? ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആവാത്തവർക്കാണ് ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. പെട്ടെന്ന് സങ്കടം വരുന്നു, പെട്ടെന്ന് കരച്ചിൽ വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു. നമുക്ക് ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മൾക്ക് നമ്മളുടെ മേലെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന്റെ മേലെ ഒരു കൺട്രോൾ ഉള്ളത് നല്ലതാണ്. കാരണം കൺട്രോൾ ഒരു പരിധി വരെ ഒരു കൺട്രോൾ ഉള്ളത് നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി കുട്ടികളുടെ കാര്യത്തില് ഫാമിലീസ് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ബിഹേവിയറിന് പാരന്റ്സ് ആൻഡ് എൽഡർ മെമ്പേഴ്സിന് വളരെ വലിയൊരു റോൾ ഉണ്ട്. കാരണം നമുക്കറിയാം കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്സർവിംഗ് ആണ്, അവരുടെ എൻവയോൺമെന്റ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ഫാമിലിയിൽ നിന്നാണ്, അല്ലെ? ഫാമിലീസ്, എൽഡർ മെമ്പേഴ്സ് എന്നാണ്. അപ്പൊ അവിടെ കാണുന്നത് എന്താണോ അത് തന്നെയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ മുതിർന്നവര് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ പെരുമാറുമ്പോൾ നല്ലൊരു ഇമോഷണലി നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ്, കുട്ടികൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. സോ നമ്മൾ അവരുടെ മുമ്പിൽ പെരുമാറുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വേണം അവരോട് പെരുമാറാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ പാരന്റ്സ് വഴക്കിടാതിരിക്കുന്നതാണ് ഒരു പരിധിവരെ നല്ലത്. തമാശക്കൊക്കെ വഴക്കിടാണെങ്കിലും ഓക്കെയാണ്. ഇനി നമുക്കറിയാം നല്ലൊരു വഴക്കിലേക്കാണ് പോകാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ കുറച്ച് നേരത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളിൽ നിന്ന് മാറിയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഒരു വഴക്കില്ലാത്തൊരു ഫാമിലി, അല്ലെങ്കിൽ ഒട്ടും വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫാമിലി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും നമ്മളൊന്ന് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ അതിന്റെ ഇടയിൽ കുട്ടികൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമുക്ക് ഇപ്പൊ ഹസ്ബൻഡിനോട് ചൂടാവണം, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് തന്നെ പ്രകടിപ്പിച്ച് സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ തന്നെ ദേഷ്യം വന്നാലും വിഷമം വന്നാലും മനസ്സിൽ തന്നെ ഒതുക്കണം എന്ന് ഞാൻ പറയില്ല. അത് പ്രകടിപ്പിക്കുക തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഭയങ്കര ഭാരമുള്ള പോലെ തോന്നും. എനിക്കും അതെ, എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പ്രകടിപ്പിക്കണം, പിന്നെ അത് അങ്ങോട്ട് പോകും. ദേഷ്യമാണെങ്കിലും എന്റെ കാര്യം പറയാൻ ഞാൻ ചിന്തിച്ചിട്ടൊന്നുമല്ല കേട്ടോ, ഒത്തിരി ചിന്തിക്കൊന്നുമില്ല. പക്ഷെ ദേഷ്യമാണെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കും, ആളോട് തന്നെ പറയും. പിന്നെ ആ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ സോൾവ് ആയി. നമ്മളെ മനസ്സിൽ ഒരുപാട് നേരം അയ്യോ ഇന്നത് ചെയ്തല്ലോ, എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, എന്നിട്ട് എന്നോട് ഇങ്ങനെ തന്നെ പെരുമാറില്ല, അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്കൊരു മനസ്സിനൊരു ഭാരമുള്ള പോലെ തോന്നും. സോ അതിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ ഇമോഷൻസ് അത് പ്രകടിപ്പിക്കുക. പിന്നെ ഇമോഷണൽ ബിഹേവിയർ കുട്ടികൾ പാരന്റ്സിൽ നിന്നാണ് കോപ്പി ചെയ്യുന്നത്. അതേപോലെ തന്നെ എൽഡർ മെമ്പേഴ്സിന്. എന്നെ സംബന്ധിച്ച് ജോയിന്റ് ഫാമിലി ആണെങ്കിൽ കുട്ടികളിൽ കുറച്ചുകൂടി ഇമോഷണൽ ബിഹേവിയർ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഗ്രാൻഡ് പാരന്റ്സിനെ അവർ ചെറുപ്പത്തിലെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നു. കാരണം പാരന്റ്സ് എന്ത് ചെയ്യുന്നു, ഗ്രാൻഡ് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പോ ഗ്രാൻഡ് പാരന്റ്സിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. സോ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട, നിങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. കാരണം അവർക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ഏജ്ഡ് ആയിട്ടുള്ള എൽഡർ മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് അവർ ഫാമിലിയിൽ തന്നെ പഠിക്കുകയാണ്. അതേപോലെ ഇമോഷണൽ ബിഹേവിയർ അത് അവർ കുട്ടികൾ ഫാമിലിയിൽ തന്നെ പഠിച്ചു വരുമ്പോൾ ആ ഒരു പ്രശ്നം അവർക്ക് വരുന്നില്ല. ഇമോഷണൽ ഡെവലപ്മെന്റ് ജോയിന്റ് ഫാമിലീസിലെ കുട്ടികൾക്ക് നല്ലതായിരിക്കും. പിന്നെ ന്യൂക്ലിയർ ഫാമിലീസിലേക്ക് വരാണെങ്കിൽ ഇപ്പൊ പാരന്റ്സും കുട്ടിയും മാത്രമാണ്, ഒറ്റ മോനാണെന്ന് വിചാരിക്കും. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടിക്ക് പറ്റണില്ല. കാരണം ഈ പാരന്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഒറ്റ മോളല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പൊ ഈ കുട്ടികളിൽ ഒരു വാശിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും, സെൽഫിഷ് ആയിരിക്കും, ഷെയറിംഗ് മെന്റാലിറ്റി കുറവായിരിക്കും. പക്ഷെ ജോയിന്റ് ഫാമിലി വളരുന്ന കുട്ടികൾ ഷെയറിംഗ് മെന്റാലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോ എന്റെ ഫാമിലിയിലാണെങ്കിൽ ഞങ്ങൾ ജോയിന്റ് ഫാമിലിയാണ്. സോ എന്താ പറയാ, ഒരു മിഠായി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവൾ എന്ത് ചെയ്യും, മോള് സ്കൂളിൽ പോയി വരുമ്പോ ചോക്ലേറ്റ്, ബർത്ത്ഡേക്കോ അങ്ങനെ ആയിരിക്കും ചോക്ലേറ്റ് കിട്ടുന്നത്. ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി എന്ത് ചെയ്യും, അനിയന് കൊടുക്കും. അത് വേറെ ആർക്കും കൊടുക്കില്ല. പിന്നെ അനിയൻ കൊച്ചാണെങ്കിൽ എന്താ പറയാ, എന്ത് കിട്ടിയാലും ചേച്ചിക്ക് എടുത്തു വെക്കുക, അവൻ ഇത് ചേച്ചിക്ക്. ഒരെണ്ണം അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചോദിക്കാൻ എടുത്തത് ചേച്ചിക്ക് വേണം.
അത് ആ ഒരു എന്താ പറയാ ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയും കാര്യങ്ങളും ഒരു ഫാമിലിയും തന്നെ പഠിക്കുകയാണ്. പിന്നെയും കുറച്ച് കുറുമ്പുള്ളത് എന്റെ മോൾക്കാണ്. അവള് ചില സാധനങ്ങളൊന്നും അവള് കൊടുക്കൂല, കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ബിഹേവിയർ നല്ലതാണ്. കുട്ടികൾ ആ ഷെയറിംഗ് മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വീട്ടില് ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഇത് ഹോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും വഴക്കമുള്ള ഒരു വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ട് താല്പര്യം ഉണ്ടാവും? ഇല്ലല്ലോ. നമ്മൾ എപ്പോഴും സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിലോ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ് നമുക്ക് തോന്നും. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീടിന്റെ പ്രത്യേകതയാണോ എന്ന് അറിയില്ല. ആ വീട്ടിൽ ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്നത്, എന്റെ ചെറുപ്പത്തിൽ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം ചുറ്റും മരങ്ങളാണ്, മരങ്ങളുടെ ചുറ്റും നടുക്കാണ് വീട് വരുന്നത്. സോ എന്താ പറയാ, നമ്മൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. പണ്ടത്തെ വീടാണ്, ഓടിന്റെയാണ്, നമുക്ക് ഫാനൊന്നും ഇല്ല, നല്ല കൂൾനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു നല്ലൊരു എന്താ പറയാ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നമുക്കതൊരു നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഇമോഷണൽ ബിഹേവിയർ, പാരന്റ്സ് നല്ലൊരു ഇമോഷണലി നമ്മൾ കുട്ടികളോട് ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോസിറ്റീവ് ഇമോഷൻസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാം. While family relationship with conflict, tension leads to negative emotion. ഇപ്പൊ ഫാമിലീസിൽ എപ്പോഴും തർക്കങ്ങളും അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ്, ടെൻഷൻസ് ഒക്കെ ആണെങ്കിൽ ആ കുട്ടികൾ, അവിടെ വളർന്ന കുട്ടികളുടെ ഇമോഷൻസ് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, ശരിക്കും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ടീച്ചേഴ്സിനായിരിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ടീച്ചേഴ്സാണ്. അതേപോലെ സൈസ് ഓഫ് ദ ഫാമിലിയുടെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ലേ ജോയിന്റ് ഫാമിലിയും അതേപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലിയുടെയും കാര്യം. ജോയിന്റ് ഫാമിലീസിലെ കുട്ടികൾക്ക് നല്ലൊരു ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ന്യൂക്ലിയർ ഫാമിലിയിലെ കുട്ടികളാണെങ്കിൽ അത്രയും ഇമോഷണൽ ഡെവലപ്മെന്റ് അത്രയും ഉണ്ടാവില്ല. ദെൻ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലിയുടെ സോഷ്യൽ എക്കണോമിക് സ്റ്റാറ്റസ്, സാമൂഹിക അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ, അത് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി നല്ലൊരു ഹൈ എന്താ പറയാ, നല്ല രീതിയിൽ നമ്മൾ പറയാം ഹൈ ക്ലാസ്സിനേക്കാളും കൂടുതൽ ഒരു മിഡിൽ ക്ലാസ്സിലെ ഫാമിലീസിലെ കുട്ടികളാണ് എന്താ പറയാ നല്ലൊരു ഇമോഷണൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. കാരണം ഫാമിലി മെമ്പേഴ്സിന്റെ വിഷമങ്ങളും കാര്യങ്ങളും കണ്ടറിഞ്ഞാണ് ആരും വളരുന്നത്. നമ്മൾ മിഡിൽ ക്ലാസ്സിലെ കുട്ടികൾ വളരുന്നത്. അപ്പൊ അവർക്കറിയാം. ഇപ്പോ എന്റെ ചെറുപ്പത്തിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ലോവർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആ ഒരു ലെവലിലാണ്. സോ നമ്മൾ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങിച്ച് തരാനായിട്ട് പറയാൻ ഭയങ്കര വിഷമമാണ്. കാരണം എന്താണ്, അറിയാം അച്ഛനയിലോ നമ്മുടെയിലോ പൈസ ഇല്ല. സോ എന്ത് ചെയ്യും, നമുക്ക് വേണമെന്നുണ്ടാവും. ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കളിപ്പാട്ടങ്ങൾ വേണമെന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, വേണ്ടാന്ന് തന്നെ പറയുള്ളൂ. എന്താണ്, നമുക്കറിയാം പാരന്റ്സിന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. അത് അറിഞ്ഞു വളരാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എന്താ പറയാ പൈസ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. എന്നാ ഞാൻ അതുകൊണ്ടാണ് തോന്നുന്നത്, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒത്തിരി പൈസ ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്നത്. അതുകൊണ്ട് ഇപ്പോഴും എന്റെ സ്വഭാവം അതേപോലെ തന്നെയാണ്. പിന്നെ എല്ലാവരും പുറമേന്ന് പറയും പിശുക്കിയാന്ന് പറയും. അഫ്കോഴ്സ് അതെ, ഭയങ്കര കൺട്രോളാ. നമ്മൾ 1 രൂപ കളയുമ്പോ അതിന് 100 വട്ടം ചിന്തിക്കും, കളയണോ വേണ്ടേന്ന്. കാരണം ആ 1 രൂപയുടെ വാല്യൂ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളിൽ ഡെവലപ്പ് എന്താ വെച്ചാൽ ഒരു കൺട്രോളും കാര്യങ്ങളും കൂടുതലായിരിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കെ, എന്റെ മോളുടെ കേസാണെന്ന് വിചാരിക്കും. അവൾ വളർന്നു വരുന്ന സാഹചര്യം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ ഡിഫറെന്റ് ആണ്. കാരണം ആള് യൂസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കും. അവൾക്ക് ഇപ്പോ അവൾക്കത് ഇഷ്ടമായെങ്കിൽ അത് പൈസ നോക്കിയില്ല. ഞാൻ പറയും അത്രയും പൈസയുടെ വാങ്ങിക്കണോ, അത് വേണോ നമുക്ക്. ചിലപ്പോ ഒരു ഡ്രസ്സ് ആയിരിക്കും, ആ ഒരു ഡ്രസ്സിന്റെ പൈസ വെച്ച് നമുക്ക് ഒരു 3 ഡ്രസ്സ് വാങ്ങിക്കാം. നോർമലി 3 ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റും. ഹസ്ബൻഡ് പറയും ഞാൻ എന്റെ മോക്കല്ലേ ചെയ്യണം. ഞാൻ വിചാരിക്കും ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലല്ല മക്കൾ വളർന്നു വരുന്നത്. അതെന്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മള് കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവരെ ഐഡന്റിഫൈ ചെയ്ത് തന്നെ വളർത്താനാണ് എനിക്ക് ആഗ്രഹം. അതേപോലെ എന്നോട് മോള് പറയും ഇന്ന കളിപ്പാട്ടം വേണം അല്ലെങ്കിൽ ഇന്ന ടോയ്സ് വേണം എന്ന് പറയുമ്പോൾ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാട്ടോ, ശമ്പളം കിട്ടട്ടെ എന്നിട്ട് വാങ്ങിച്ചു തരാന്ന് പറയും. അവളൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റിന് ചിലപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഒരെണ്ണമായിരിക്കും. ഞാൻ അത് വാങ്ങിച്ചു കൊടുക്കും. ബാക്കി ഞാൻ പറയും നെക്സ്റ്റ് മന്ത് സാലറി കിട്ടട്ടെ. അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങൾ പൈസ ഇല്ലാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മളത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വളർത്തിക്കൊണ്ട് വരണം. അല്ലാതെ നമ്മള് അവരുടെ ആഗ്രഹമാണെന്ന് വിചാരിച്ച് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അപ്പോ
ഓക്കെ. ദെൻ ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്. നമ്മൾ കുട്ടിയുടെ പൊസിഷൻ, കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുട്ടികളുടെയും കൂടി അഭിപ്രായത്തിന് നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോ എന്തെങ്കിലും ഇപ്പൊ ജസ്റ്റ് അവർ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് ഡെസിഷൻസ് എടുക്കാനുള്ള റൈറ്റ്സ് കൊടുക്കുക. ഇപ്പൊ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അവരോട് ചോദിക്കുക ഇന്ന ഡ്രസ്സ് മതിയോ, അപ്പൊ വേറെ ഡ്രസ്സ് പറയണം. നമ്മൾ അതിന് ബഡ്ജറ്റ് നോക്കാം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ട് അതിൽ ഏത് ഡ്രസ്സ് വേണം നമ്മളെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം. ദെൻ പാരന്റൽ ആറ്റിറ്റ്യൂഡ്, പാരന്റ്സിന് കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. അപ്പം ചില പാരന്റ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാനത് പ്രകടിപ്പിക്കില്ല മിസ്സേ, കാരണം എന്താണ്, അവൻ വഷളായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എനിക്ക് ആ ഒരു അഭിപ്രായത്തോട് എന്തില്ല, സപ്പോർട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടോ അത് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. കാരണം കുട്ടികളാണ്, കുറച്ച് നാളെ നമ്മുടെ ഒപ്പം ഉണ്ടാവുള്ളൂ അല്ലെ. അവരുടെ ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ, നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവരെ കാണുന്നെങ്കിൽ നമ്മൾ ടൈം സ്പെൻഡ് നമുക്ക് കാണാൻ കിട്ടണം എന്നല്ല, വർക്കിങ്ങിനൊക്കെ പോകും അല്ലെങ്കിൽ പുറം രാജ്യത്തേക്കൊക്കെ പോവാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും വെക്കേഷനൊക്കെ അവരെ കാണാൻ പറ്റും. പക്ഷെ ഈ ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഒപ്പം ഉണ്ട്. അവർ പഠിക്കുന്ന സമയത്ത് ഒരു 3 years വരെയും കുട്ടികൾ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ മാക്സിമം സ്നേഹവും ഇഷ്ടം കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞ് 3 to 6 years വരെയൊക്കെ എങ്ങനെയാണ് കുട്ടികള് വീക്കെൻഡ് മാത്രം, സൺഡേ സാറ്റർഡേസ് മാത്രമായിരിക്കും നമ്മളുടെ ഒപ്പം. 1 to 10 എന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് ക്ലാസ് പഠിക്കാനുള്ള കാര്യങ്ങളായി കുറച്ചും കൂടി സമയം കുറയും, നമ്മളോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ച് കുറയും. പിന്നെ എന്താ പറയാ, അവർ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കും നിന്ന് പഠിക്കുന്നത്, വീണ്ടും നമ്മൾ നടന്നു പോകും. പക്ഷെ കുട്ടികൾ എപ്പോഴാണ് കൂടുതൽ പാരന്റ്സിന്റെ അടുത്തുള്ളത്, ഈ സമയത്താണ്. ഒരു 1 year മുതൽ ഒരു മേ ബി ഒരു 6 year വരെയും കുട്ടികൾ നമ്മളുടെ ഒപ്പം തന്നെയാണ് പറയാം. അപ്പോൾ നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറാം. അതേപോലെ അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ കഥകൾ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഥകൾ പറഞ്ഞു കൊടുക്കുക. രാത്രി കഥ പറഞ്ഞു തന്നെ നമ്മൾ എത്ര കഥ പറഞ്ഞാലും അവര് വീണ്ടും ചോദിച്ചോണ്ടിരിക്കും. നല്ല രസമാണ്. പക്ഷെ അതൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ, നമ്മുടെ ഒപ്പം പോകണോ, കളിക്കാൻ കൊണ്ടുപോകണം. ഞങ്ങള് പാർക്കിലൊക്കെ പോകും സൺഡേസ്. എന്നുവെച്ചാൽ ആ ടൈം ഒന്നില്ലെങ്കിൽ പാർക്ക് അല്ലെങ്കിൽ ബീച്ച്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകും. മോളെ കൊണ്ട് പോകുമ്പോൾ അവളായിട്ട് കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവളുടെ ഒപ്പം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കെയറും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റും. ഓൾസോ അഫക്ട് ദി ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കുട്ടികൾ വളരുമ്പോൾ നമ്മള് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അവർക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ പാരന്റ്സ് കൂടെ ഉണ്ടെന്നുള്ള ഫീല് ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോടായിരിക്കണം ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, ആ പ്രശ്നത്തെ കുറിച്ച് പറയേണ്ടത്. കാരണം അങ്ങനെയാണ് ഇന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷന്റെ പ്രശ്നം എന്ന് വെച്ചാല് അവർ പാരന്റ്സിൽ നിന്ന് ഹൈഡ് ചെയ്യും. എല്ലാ കാര്യം അവരെന്ത് ചെയ്യും, പാരന്റ്സിന് ഹൈഡ് ചെയ്ത് ലാസ്റ്റ് ഒട്ടും പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും പാരന്റ്സ് ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ എന്താണ്, അവർക്ക് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ പാരന്റ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു സ്റ്റോറി വായിച്ചാണ്, സ്റ്റോറി അല്ല റിയൽ സിറ്റുവേഷൻ ആണ്. അപ്പോ ഒരു പെൺകുട്ടി, എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പോകുന്ന ഒരു കുട്ടിയാണ്, മുസ്ലിം കുട്ടിയാണ്. അപ്പൊ അവൾക്കൊരു സെക്കൻഡായിട്ട് റിലേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് പിന്നീട് ആ റിലേഷനിൽ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ചെക്കൻ കുറച്ച് റോങ് ആണ്, ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അവള് തന്നെ ആ റിലേഷൻ മുൻകൈ എടുത്തത് എന്ത് ചെയ്തു, വേണ്ട ബ്രേക്കപ്പിലേക്ക് പോയി. ദെൻ ഈ ചെക്കൻ വീണ്ടും വിളിച്ച് ഭയങ്കര ശല്യവും ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവിടെ വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ പെൺകൊച്ചിന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോ അവളുടെ വാപ്പ അവിടെ എന്തോ കസേരയിൽ ഇരിക്കുന്നുണ്ട്, പത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിപ്പോ ആ ചെക്കനെ കുട്ടീനെ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെയാ, നീ ഇപ്പൊ എന്റെ ഒപ്പം ഇറങ്ങി വരണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വന്ന് എന്ത് ചെയ്യും, വീട്ടിലെ പാപ്പനോടും കാര്യങ്ങളോടും ഒക്കെ പറഞ്ഞ് ബഹളത്തിക്കുന്നത്. ആ കുട്ടിക്ക് ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് ചെയ്തു, ആ കുട്ടി ആ ചെക്കൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി. ആ ഒരു സിറ്റുവേഷൻ വന്നു. ഇത് പോലീസ് എന്ത് ചെയ്തു, കുട്ടീനെ കാണാണ്ടായപ്പോ പാപ്പ എന്ത് ചെയ്തു, പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഫ്രണ്ട്സ് പറഞ്ഞത് ഒരു കാരണവശാലും അവൾ എന്ത് ചെയ്യില്ല, അവന്റെ ഒപ്പം പോകില്ല. കാരണം അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് അവനാണ്.
എന്ന് പറഞ്ഞു. അപ്പൊ ബാപ്പയും എല്ലാവരും ഭയങ്കരമായിട്ട് അന്വേഷിക്കാണ്. പിന്നീട് ഇവരെ കണ്ടെത്തി കേട്ടോ, ചെക്കനെയും പെണ്ണിനെയും കണ്ടെത്തി. അപ്പോ പെൺകൊച്ചിന് പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പയുടെ അഭിമാനം അല്ലെങ്കിൽ അത് പ്രശ്നമാവോ എന്ന് പേടിച്ചിട്ടാണ് അവന്റെ ഒപ്പം ഇറങ്ങിപ്പോയത്. അവർക്ക് ഇഷ്ടേ അല്ല, ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഈ ചെക്കൻ ഉണ്ടല്ലോ, ഈ ചെക്കൻ പറഞ്ഞ പോലീസിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് കയറി വരുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരോ എന്ന് ഞാൻ ചോദിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അതിന് എന്നെ പേടിച്ചിട്ടൊന്നല്ല അവൾ എന്റെ ഒപ്പം വന്നത്, അവളുടെ ബാപ്പനെ പേടിച്ചിട്ടാണ് അവൾ എന്റെ ഒപ്പം വന്നത് എന്നാണ് ചെക്കൻ പറഞ്ഞത്. നല്ല കോൺഫിഡൻസോട് കൂടി നിന്ന് പറയായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബാപ്പയ്ക്ക് ഭയങ്കര വിഷമമായി. കാരണം കുട്ടീനെ ഇത്രയും സ്നേഹത്തോടെ വളർത്തിയതാണ്. ഈ ഒരു കാര്യം കുട്ടിക്ക് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു, എന്റെ മോക്ക് എന്നോട് ഈ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, ഞാൻ നല്ല രീതിയിൽ സോൾവ് ചെയ്താണില്ലേ എന്ന് പറഞ്ഞ ബാപ്പ കരയാണ് ചെയ്തത്. കുട്ടീനെ പാപ്പയോടൊപ്പം വിട്ടുകയും ചെയ്തു. ചെക്കന് പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് 18 years ആയിട്ടുണ്ടായിരുന്നില്ല പെൺകുട്ടിക്ക്. അതിൻ്റെതായ പണിഷ്മെന്റും കാര്യങ്ങളും കിട്ടി. അപ്പോ ഈ ഒരു കേസിൽ വന്നത് ബാപ്പ കൂടെ നിൽക്കുമെന്ന് ആ കുട്ടിക്ക് എന്തുണ്ടായിരുന്നില്ല, ഉറപ്പുണ്ടായിരുന്നില്ല. ബാപ്പ ചീത്ത പറയോ വഴക്ക് പറയോ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആ കുട്ടിക്ക് ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് ബാപ്പനോട് കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. അപ്പോ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആ ഒരു കോൺഫിഡൻസ് ആണ്. ഏതൊരു സിറ്റുവേഷനിൽ നീ പെട്ടാലും നമ്മൾ കൂടെ ഉണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് സോൾവ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അത് നമ്മൾ ഇമോഷണലി തന്നെ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അല്ലാണ്ട് നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് നമുക്കറിയാം, പക്ഷെ കുട്ടികൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ കുട്ടിയുടെ ഏതൊരു തീരുമാനത്തിനും നമ്മളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് നമ്മൾ കൊടുക്കണം. അതേപോലെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് എപ്പോ വേണമെങ്കിലും അവർക്ക് വരാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. നമുക്കറിയാലോ, ഇന്ന് കൂടുതലായിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. എന്താ പറയാ, ഹസ്ബൻഡിന്റെ വീട്ടിൽ മരണപ്പെടുന്നുണ്ട്. നമ്മൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അറിയാവുന്ന ഒരു കേസാണ് അല്ലെ. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് അല്ലെ. ഇന്നും ആ ഒരു പ്രശ്നമുണ്ട്. സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഭർത്തൃ വീട്ടില് ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നേ? അവർ ഇത്രയും നാളെ നോക്കി വലുതാക്കി ഇത്രയും നല്ല രീതിയിൽ വിവാഹം കഴിച്ചു വിട്ട പാരന്റ്സ് ഉണ്ട്. അവര് വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് കല്യാണം കഴിച്ച് വിടുമ്പോ തന്നെ കുട്ടികളോട് പറയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ഇങ്ങോട്ട് വന്നോ, ഇവിടെ ഞാനുണ്ട്, അച്ഛനുള്ള കാലം വരെ നീ സേഫ് ആണ്, നീ ഇങ്ങോട്ട് വന്നോ എന്ന് പറയും. എന്നുവെച്ചാൽ എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ അച്ഛൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ്. കാരണം എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് എനിക്ക് ചെല്ലാം എന്നുള്ളൊരു 100% കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് നമുക്ക് ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയറിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നമ്മളോട് പെരുമാറുന്ന രീതിയിൽ നിന്നാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. എന്താ പറയാ, വേറൊരു പ്രശ്നമില്ല, എന്നാലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഏതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചും ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് നല്ലതാണ്. ഏതൊരു സിറ്റുവേഷനിലും നമ്മളുടെ അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ്, അച്ഛൻ അല്ലെങ്കിൽ പാരന്റ്സ് കൂടെ ഉണ്ടെന്നുള്ളത് നല്ലൊരു കോൺഫിഡൻസ് ആണ്. അപ്പോ അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇമോഷണലി ചെറുപ്പം മുതലേ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രകടിപ്പിക്കുക തന്നെ വേണം. അത് അവരുടെ ഒപ്പം നിൽക്കുന്ന കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരൊപ്പം നിന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യണം, അതനുസരിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഫാമിലിയുടെ ഉത്തരവാദിത്തമാണ്. ഇൻക്ലൂഡിങ് പാരന്റ്സ്, ബോത്ത് എന്താ പറയാ ഹസ്ബൻഡും വൈഫും അതുപോലെ ഗ്രാൻഡ് പാരന്റ്സും ഈ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെയധികം എന്തുണ്ട് റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, ഫാമിലി നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. The children copy the emotional behavior of the parents and elder members of the family. കുട്ടികൾ എപ്പോഴും എന്താണ്, മുതിർന്നവർ എന്താണോ ചെയ്യുന്നത് കോപ്പി ചെയ്യാനായിട്ട് നോക്കും അല്ലെ. ഇപ്പം അവര് സംസാരം പോലും അങ്ങനെ ആയിരിക്കുള്ളൂ. നമ്മൾ എന്തെങ്കിലും പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ വിളിക്കും. ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ മാഷേന്നാ വിളിക്കണേ, അപ്പോ മോള് വിളിക്കുന്ന മാഷേ, അത് കറക്റ്റ് ആയിട്ട് മോനായാലും മാഷേന്ന് വിളിക്കും. അപ്പൊ നമ്മൾ എന്താണ് ആ ഒരു വേർഡ് പോലും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇമോഷൻസും കാര്യങ്ങളും പ്രകടിപ്പിക്കുമ്പോൾ കുട്ടികൾ കോപ്പി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് 1 minute.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഫാമിലീസിന്റെ റോളിനെ കുറിച്ചിട്ടായിരുന്നു. If a good atmosphere exists at home, children develop positive emotion. നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. By family relationship with conflict, tension leads to negative emotion. അപ്പൊ ഒരു ഫാമിലിയിൽ ഭയങ്കരമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ടെൻഷനൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. The size of the family, social economic status of the family, ordinary position of the child, parental attitude, etc. also affect the emotional development of the child. ഞാൻ ഓൾറെഡി റീഡ് ചെയ്താണല്ലോ ഫാമിലിയെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ 3 കാര്യങ്ങൾ കേട്ടോ. ഏതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഹെൽത്തും ഇമോഷണൽ ഡെവലപ്മെന്റും നമ്മളൊരു പോസിറ്റീവ് റിലേഷൻ ആണ്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റും ഓക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ആലോചിച്ചാൽ മതി. ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും? ഓക്കെ ആയിരിക്കും. നിങ്ങൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഒരു വ്യക്തിക്ക് ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ പോലും അവരുടെ മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരിക്കും? അഫക്റ്റഡ് ആയിരിക്കും, അത് വീക്ക് ആയിരിക്കും. അതേപോലെ തന്നെ മെന്റൽ അല്ലെങ്കിൽ എന്താ പറയുക ഫസ്റ്റ് എയ്ഡ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും മിസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. മെന്റൽ ഹെൽത്തും ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ മെന്റൽ ഹെൽത്തും ഓക്കെ ആവുള്ളൂ. നമുക്ക് എന്തെങ്കിലും അസുഖം ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് അത്ര ഓക്കെ ആവുന്നില്ല. പക്ഷെ നമ്മളത് ഓവർകം ചെയ്യാണ് വേണ്ടത്. നമ്മുടെ എന്താ പറയുക മനോധൈര്യം കൊണ്ട് നമ്മളത് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാണ് വേണ്ടത്. ഇന്റലിജൻസ് ആണ് പറഞ്ഞത്. ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇമോഷണൽ കൺട്രോൾ കൂടുതലായിരിക്കും കമ്പയർ ടു ലെസ് ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ ഫാമിലിയുടെ കാര്യം പറഞ്ഞത് നമ്മുടെ കുട്ടികൾ എല്ലാ ഇമോഷണൽ ബിഹേവിയറും ഫസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. സോ ഫാമിലിയുടെ ഒരു ഇൻഫ്ലുവൻസ് കുട്ടിയുടെ എൻറ്റയർ ബിഹേവിയറിൽ ഉണ്ടാവും. അത് കുട്ടീനെ ഇപ്പൊ നെഗറ്റീവ് അല്ലെങ്കിൽ ടെൻഷനും കോൺഫ്ലിക്റ്റും ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും. ഈവൻ ഇഫ് ഒരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആണ് ഫാമിലിയിലെങ്കിൽ കുട്ടികളുടെ നല്ലൊരു പോസിറ്റീവ് ഇമോഷൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. 3 പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ നോക്കുന്നത്, സോ എല്ലാവരും റീഡ് ചെയ്തോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നോക്കുന്നത് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ്. നമ്മുടെ സൊസൈറ്റിയുടെ അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത്. ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ട ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കറിയാം ഈ ഒരു വാറൊക്കെ നടക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ. വാറൊക്കെ നടക്കുന്ന രാജ്യങ്ങളിൽ എന്താ പറയാ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ആരാണ്? കുട്ടികളാണ്, പിന്നെ സ്ത്രീകളും അല്ലെ. കുട്ടികളാണ് കൂടുതൽ ഇമോഷണലി അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് നാളെ അവര് എന്താ പറയാ സൂര്യോദയം കാണുമെന്ന് പോലും അറിയില്ല. അത്രയും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സോ അവർക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആവണമെന്നില്ല. അപ്പൊ നമ്മുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാവണം നമ്മൾ വളർന്നു വരാനായിട്ട്, കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്. നമ്മുടെ സൊസൈറ്റി സേഫ് ആണ് കുട്ടികൾക്ക്.
നമ്മുടെ കേരളം പോലത്തെ ഒരു സൊസൈറ്റി സേഫ് ആണോ? അല്ല. എല്ലാവർക്കും അതന്നെയുള്ള അഭിപ്രായം. എനിക്ക് തന്നെ പേടിയാണ്. പണ്ടൊക്കെ എന്റെയൊക്കെ പാരന്റ്സ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പോയിക്കോട്ടെ, അലോ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പാരന്റ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് പേടിയാണ്. പുറത്തേക്ക് മോള് കൺവെട്ടത്തിന് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. കളിക്കാൻ വിടും, ഒരു പരിധി വരെ എനിക്കറിയാം ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓക്കെ ആവണമെങ്കിൽ പ്ലേ ടൈമും കാര്യങ്ങളും അലോ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ഭയമുണ്ട്. കാരണം നമ്മൾ കുട്ടീനെ വിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കൺവെട്ടത്തിന് മാറിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ അതേപോലത്തെ ന്യൂസുകളാണ് വായിക്കുന്നത് പത്രത്തിലും. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ബിൽഡ് ചെയ്യേണ്ട ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് ബിൽഡ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ കേരളം അൺസേഫ് ആണെന്ന് നമുക്കറിയാം അല്ലെ? നമ്മൾ വായിക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ അൺസേഫ് ആണ്. നമ്മുടെ തൊട്ടടുത്ത് പോലും ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഭയമാണ്. നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടാനും ഒക്കെ നമുക്ക് ഭയമാണ്. പക്ഷെ പുറം രാജ്യത്ത് ഇപ്പൊ ഇവിടുന്ന് ഒരുപാട് മൈഗ്രേഷൻസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് പുറം രാജ്യത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രശ്നം കാരണമാണ് കുറെ പേര് റീസൺസ് ആയിട്ട് പറയുന്നത്. കാരണം എന്റെ മക്കൾ ഈ ഒരു സാഹചര്യത്തിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്നത്. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന റീസൺ ആണ് കൂടുതൽ, അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലാണ്, സാലറി ഉണ്ട്, ഇതൊക്കെ പറയുമെങ്കിലും അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ അത്ര ഓക്കെ അല്ല. നമുക്കറിയാലോ, നമ്മൾ വളർന്ന സാഹചര്യമല്ലേ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എന്റെ മോള് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ശരിയാണ്, ഓക്കെയാണ്. നമ്മൾ ന്യൂസ് ഒക്കെ വായിക്കും, തൊട്ടടുത്ത് പോലും ഓരോ ഇൻസിഡൻസ് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു പേടി നമുക്കുണ്ട്. നമ്മള് ഒരു കുട്ടികൾക്ക് വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം നമ്മൾ ഓരോ സിറ്റിസൺസ്, ഓരോ വ്യക്തികൾക്കും ഉണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? സൊസൈറ്റിയിലെ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഒരാളെ കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അതേപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എന്താ പറയാ അത്യാവശ്യം ഗുണ്ടായിസവും അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി, നല്ലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിൽ വളർന്നു വരുന്ന കുട്ടികളായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ ആയിട്ടുള്ളത്. മേ ബി നല്ല കെയറും സ്നേഹവും കിട്ടി വളർന്നു വരുന്ന ഒരു കുട്ടിയിലായിരിക്കും ഇമോഷണൽ ഡെവലപ്മെന്റ് ഓക്കെ. കാരണം ഈ കുട്ടിയെ സംബന്ധിച്ച് അവന്റെ പാരന്റ്സ് അവനെ ശ്രദ്ധിക്കുന്നില്ല. നമുക്കറിയാം ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി ചില പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഈ ഗുണ്ടകളൊക്കെ ആയിട്ട് ആണെങ്കിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അച്ഛന്റെ ആ ഒരു ഹീറോയിസം അവർക്ക് അറിയില്ല അത് കറക്റ്റ് ആണോ ശരിയാണോ എന്നുള്ളത്. പക്ഷെ അവന് ചെറുപ്പത്തിലെ തന്നെ ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അവൻ വലുതാവ് വരുമ്പോൾ അവൻ ആരാവണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവന്റെ അച്ഛനെ പോലെ ആവണം എന്നായിരിക്കും പറയുന്നത്. സോ ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മള് സോഷ്യൽ അറ്റ്മോസ്ഫിയർ കുട്ടി വളർന്നു വരുന്ന സമൂഹം ആ കുട്ടീനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കുട്ടികളുടെ ഇമോഷണൽ ഗ്രോത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. The healthy and the constructive atmosphere of the school always result in the balanced emotional growth of the children. അപ്പൊ നമ്മുടെ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇരിക്കട്ടെ, നമ്മളൊരു നല്ലൊരു ഹെൽത്തി സ്കൂൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ കുട്ടികൾക്കെങ്കിൽ അവിടെ നല്ല ബാലൻസ്ഡ് ആയിട്ട് കുട്ടികളുടെ ഇമോഷണൽ ഗ്രോത്ത് നടക്കും. ഇനി ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ചില സ്കൂളുകളിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഓൺലി കരിക്കുലർ ആക്ടിവിറ്റീസ്. കരിക്കുലർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുക മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ച് എന്താ പറയാ ഇമോഷണൽ ഡെവലപ്മെന്റ് അവർക്ക് കുറച്ച് വീക്ക് ആയിരിക്കും. മെന്റൽ ഹെൽത്ത് ഓക്കെ ആവുന്നില്ല, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു മെത്തേഡ് അവർക്ക് ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പഠിപ്പിക്കുകയാണെന്ന് അവർക്ക് തോന്നരുത്. അവർ പഠിക്കണം എന്നവരെ നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് തോന്നരുത്. നമ്മളൊരു ഗെയിമിലൂടെയും കാര്യങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. ഇപ്പൊ നമ്മള് മോണ്ടിസോറി ടീച്ചേഴ്സ് ആണ്, KG സെഷൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് കിട്ടുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ആൽഫബറ്റ്സിന്റെ എന്താണ്, ചില കുട്ടികൾ ആൽഫബറ്റ്സിന്റെ ട്രെയിൻ ഉണ്ടാക്കും.
ട്രെയിൻ അല്ല, ചിലപ്പോ ചില കുട്ടികൾ ഒരു എന്താ പറയാ പറയുമല്ലോ ഗ്ലാസ് പേപ്പർ അല്ലല്ലോ, ഒരു എന്താ പറയാ ട്രെയിൻ പോലെ റൗണ്ടിലൊക്കെ ഭംഗിയിൽ കട്ട് ചെയ്ത് ചാർട്ടൊക്കെ വെച്ച് ഒട്ടിച്ച് ആൽഫബറ്റ്സിന്റെ ട്രെയിൻ ഉണ്ടാക്കും. അപ്പൊ ട്രെയിൻ അല്ലെങ്കിൽ ആ കാർഡ് കാണുമ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അവർക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മളുടേതായ ഐഡിയയിൽ ഉണ്ടാവും. ഇത് എന്റെ ഐഡിയയിലുള്ള മെറ്റീരിയൽസ് ഞാൻ പറയുമ്പോൾ മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളവരാണെങ്കിൽ അതിന് പുതിയ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യും ട്രെയിൻ ചെയ്യുന്ന സമയത്ത്. കുട്ടികൾ ഞാനിപ്പോ കാണാറുണ്ട് ഈ നമ്പേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ തന്നെ രീതിയിൽ അവർ ഓരോ മെറ്റീരിയൽസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും ഇത് മെറ്റീരിയൽ എങ്ങനെ കണ്ടത്? മീൻസ് ഞാൻ എന്റെ ക്രിയേഷൻ ആണ്, ഞാൻ നമ്പേഴ്സ് കുട്ടികളെ പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ നല്ല കാര്യമാണ് കാര്യം. പക്ഷേ ഒരു മെത്തേഡ്സ് ആണ്, ടീച്ചിങ്ങിന്റെ ഒരു മെത്തേഡ്സ് ആണ്. നമ്മള് മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് കുട്ടികളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇപ്പോ നമ്മള് ഇപ്പൊ ആൽഫബറ്റ്സ് ബോർഡിൽ ഒരു എ എഴുതിയിട്ട് ഇത് ആൽഫബറ്റ് എ ആണ് എന്ന് പറയുന്നതിനും എത്രയോ നല്ലതാണ് നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നോക്കി അത് അവർ ടച്ച് ചെയ്ത് സെൻസ് ചെയ്ത് ആൽഫബറ്റ്സ് ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൽഫബറ്റ്സിന്റെ സൗണ്ട്സ് നിങ്ങൾക്കറിയാലോ, ഫോണറ്റിക് സൗണ്ട്സ്, ആ സൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എ ഫോർ ചില ആ ഒരു സൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവര് അത് വായിക്കുന്നു. അത് A4 എന്താണ് നമ്മൾ ആപ്പിൾ എന്നല്ല പറയുന്നത്, ആപ്പിൾ കാണിച്ചു കൊടുക്കുന്നു. ആപ്പിൾ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാണ്. മേ ബി നല്ല ആപ്പിളൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് മോഡൽ കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലൂടെ ഒക്കെ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവരെ വാർത്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദി സ്കൂൾ, കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസ്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, nature of discipline and relationship with members of the staff and head of the institution, pupil teachers relationship also affect the emotional development of the children. ഇത്രയും പേരായിട്ടുള്ള ഡെവലപ്മെന്റ് റിലേഷൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടീച്ചേഴ്സും മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അത് കുട്ടികളെ പ്രകടിപ്പിക്കും ഇല്ലേ? ടീച്ചേഴ്സിന്റെ മാനേജ്മെന്റിന് വല്ല വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുട്ടികളെ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആക്കാനായിട്ട് നോക്കണം. കാരണം എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അവരോട് എപ്പോഴും ഇഷ്ടത്തോടെ പെരുമാറാം, സ്നേഹത്തോടെ അവരെ എന്ത് ചെയ്യാം, വിളിക്കുമ്പോഴും കെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആ സ്നേഹവും കെയറൊക്കെ നമ്മൾ പ്രകടിപ്പിക്കണം. കാരണം കുട്ടികള് സ്കൂളിലായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഉണർന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ടൈം ടീച്ചേഴ്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. സോ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് പാരന്റ്സ് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആരാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സ് ആണ്, നമ്മൾ ഓരോ ഫെസിലിറ്റേഴ്സ് ആണ്. സോ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യാൻ പറ്റും, ഇമോഷണൽ കൺട്രോള് കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ സോഷ്യൽ അറ്റ്മോസ്ഫിയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന ടീച്ചറാണ് നമ്മൾ പഠിപ്പിച്ചത്, ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ വളർന്നു വന്നത്. ചിലപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് നല്ല വഴക്ക് പറഞ്ഞ് നല്ല അടി തന്നായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. സോ ആ ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഉണ്ടാവും. നമ്മൾ നല്ല കെയറോട് കൂടിയും സ്നേഹത്തോടു കൂടിയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ പിന്നെ ടീച്ചറാവുമ്പോൾ നമ്മൾ അതേ കെയർ ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് നമുക്കറിയാം, നമ്മുടെ സഹപാഠികൾ കളിക്കൂട്ടുകാര് അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം സോഷ്യൽ ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി കഴിഞ്ഞാൽ നമ്മള് പ്ലേ ടൈം ഒക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്, അപ്പൊ ആ കൂടുതൽ ടൈം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരായിട്ടാണ്, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടാണ്. സോ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് അക്യൂർ ചെയ്യാറ്. ഇപ്പം എന്റെ വീടിന്റെ അടുത്ത് കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും. കാരണം ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ പോലും അവർക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഈ വെക്കേഷൻ ടൈമിലാണ് മെയിൻലി ആ ഒരു എന്താ പറയാ സമ്മർ വെക്കേഷൻ ടൈമിലായിരിക്കും കുറച്ചും കൂടി എന്നുവെച്ചാൽ റിലേറ്റീവ്സിന്റെ ഒക്കെ കുട്ടികളും കൂടി വരും. അപ്പൊ അവര് നല്ലൊരു ബോണ്ടാണ്. അവര് എന്താ പറയാ ഒരുമിച്ച് കളിക്കുന്നു, അതേപോലെ തന്നെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും അവരത് ഷെയർ ചെയ്ത് കഴിക്കുന്നു. അപ്പൊ ഷെയറിംഗ് മെന്റാലിറ്റിയും അതേപോലെ തന്നെ പ്ലേ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്വഭാവം നമുക്ക് ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും.
പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് നമ്മുടെ കുട്ടികളുടെ ഇമോഷണൽ മാത്രമല്ല ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റിനെയൊക്കെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടികൾ കുറച്ചും കൂടി സോഷ്യലബിൾ ആവുന്നത് ഈ പിയർ ഗ്രൂപ്പ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ കുട്ടികൾക്ക് ഫ്രണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ അവർ സംസാരിക്കാൻ തുടങ്ങുന്നു. കുറച്ചും കൂടി ഇമോഷണലി അഡ്ജസ്റ്റ് ആവുന്നത് എപ്പോഴാണ്, പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പിലാണ്. പക്ഷെ അവർക്ക് അറിയാം നമ്മളിപ്പോ ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു പിയർ ഗ്രൂപ്പ്സ് നിന്നാണ്. ഫ്രണ്ട്ഷിപ്പ്, അവർ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയുന്നു. അപ്പൊ അതെല്ലാം എന്താണ്, പിയർ ഗ്രൂപ്പ് റിലേഷന്റെ ഭാഗമാണ്. The peer groups relationship pave the way for social development of the child. അപ്പൊ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്പ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത്. thereby his emotional development, അതുവഴി കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. the more sociable the child is, കുട്ടി എന്തോരം സോഷ്യലബിൾ ആണോ the more emotionally adjustable. കുട്ടി സോഷ്യലബിൾ ആണെങ്കിൽ സൊസൈറ്റി ആയിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇമോഷണലി കൂടുതൽ അഡ്ജസ്റ്റബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹി വിൽ പ്രൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികളായിട്ടൊക്കെ നല്ല രീതിയിൽ സോഷ്യലബിളിൽ പെരുമാറുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അവർ പഠിക്കും. Socially discard and malicious children always face difficult emotional problems. നമ്മൾ ചില കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചില കുട്ടികൾ ഈ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് വരുമ്പോൾ ഈ സോഷ്യലബിൾ അല്ലാത്ത കുട്ടികളുണ്ട് ചിലവര്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർ അഡ്ജസ്റ്റബിൾ ആയിരിക്കില്ല. ഇത് എന്റെയാണ്, ഇത് ആർക്കും കൊടുക്കില്ല, പൗച്ച് കൊടുക്കില്ല, ഇത് എന്റെ പൗച്ചാണ്, ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കേൾക്കുന്നത് ചെറുതായിട്ട് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞ് നമ്മൾ കേൾക്കും. അപ്പൊ അവരാദ്യം മാലഡ്ജസ്റ്റ് അല്ല, പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് അവർ കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മളൊരു പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ഷെയറിങ് ഹാബിറ്റ്സും അതേപോലെ തന്നെ കുറെ എന്താ പറയാ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു യൂണിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കുട്ടി സോഷ്യലബിൾ ആകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു യൂണിറ്റ്സിൽ നോക്കാം. സോഷ്യലി ഡിസ്കാർഡ് ആൻഡ് മാലഡ്ജസ്റ്റ് ചിൽഡ്രൻസ്, അങ്ങനെ വരുന്ന കുട്ടികൾ ഇമോഷണൽ പ്രോബ്ലംസ് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ ഓക്കെ ആക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്, നമ്മുടെ ടീച്ചേഴ്സിനാണ്. ദെൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്, അടുത്തൊരു ഫാക്ടറാണ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി നൈബർഹുഡ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഇമോഷണൽ ബിഹേവിയർ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന എന്റെ സ്വന്തം വീട് എന്ന് പറയുന്നത്, അപ്പോ സ്വന്തം വീടിന്റെ ചുറ്റും ഫുള്ളും എന്താണ് പറയാ ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ നൈബേഴ്സ് ഫുള്ളും ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് പെരുന്നാൾ വരുമല്ലോ, പെരുന്നാൾ അല്ലെങ്കിൽ എന്താ പറയാ ക്രിസ്മസ് വരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനടുത്താണെങ്കിൽ ചുറ്റും എങ്ങനെയാണ് ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ എല്ലാ വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് എന്തുണ്ടാവും, കേക്ക് ഉണ്ടാവും. ഇന്ന വീട്ടിൽ നിന്നുള്ള കേക്കാണ്, ഇന്ന വീട്ടിൽ നിന്ന് കേക്കും വൈനായിരിക്കും. അപ്പൊ നല്ലൊരു എന്താ പറയാ നല്ലൊരു കോർഡിനേഷനും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഞങ്ങൾക്ക് ഓണം ആണെങ്കിൽ ഞങ്ങൾ എല്ലാ വീട്ടിലേക്കും പായസം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നല്ല ഷെയറിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. ഒരു നല്ല നൈബർഹുഡ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ എന്ന് പറയുന്നത്. അതേപോലെ അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങൾക്ക് തരും. പക്ഷെ നല്ലൊരു നൈബർഹുഡ്, നല്ലൊരു ബോണ്ടാണ്. ഞങ്ങളും തിരിച്ച് അപ്പം അച്ഛനും വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഞങ്ങളിപ്പോ വാഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലെന്തെങ്കിലും കൃഷി ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതും ഷെയർ ചെയ്ത് വരുന്നത്. അപ്പൊ നൈബർഹുഡ് റിലേഷൻഷിപ്പ് കുട്ടികളുടെ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഷെയറിങ് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. കാരണം നമ്മുടെ ആ ഒരു നമുക്ക് ഇപ്പോ ഏതാ പറയാ ഫാമിലിയിൽ ആരും ഇല്ലെങ്കിൽ പോലും നമ്മളവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോകുമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തില്. എന്നുവെച്ചാല് ചിൽഡ്രൻസിന് ഒരുപാട് ഇമോഷണൽ ഡെവലപ്മെന്റ്, നമുക്ക് എങ്ങനെയാണ് അവരെ റെസ്പെക്ട് ചെയ്യേണ്ടത്, ഷെയറിങ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയാണ്. കുട്ടികൾ ഇമോഷണലി കുറച്ചുകൂടി കൺട്രോൾ ആവാണ്. അപ്പൊ നൈബർഹുഡ് റിലേഷൻഷിപ്പ് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഫാമിലീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടില് ഉള്ള ആൾക്കാരെ പോലും നമ്മൾ പേഴ്സണലി അറിയാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്, അല്ലെ? പേഴ്സണലി ചില ഫാമിലീസ് ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള ഫാമിലിയിലേക്ക് പോയിട്ട് തന്നെ ഇപ്പൊ 1 വർഷത്തോളമായി. കാരണം എന്താണ്, നമ്മൾ ബിസിയാണ്, നമ്മൾ നമ്മളുടേതായ ലോകത്ത് തന്നെയാണ്. പക്ഷെ പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നൈബേഴ്സിന്റെ വീട്ടിൽ സ്ഥിരം ഞങ്ങൾ പോകുമായിരുന്നു. അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, വർത്തമാനം പറയുന്നു, എല്ലാവർക്കും തമ്മിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്നിപ്പോ കുറച്ചും കൂടി എല്ലാവരും ഭയങ്കര ബിസി ആയപ്പോ ആർക്കും ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാനും കൂടി സമയമില്ലാത്ത പോലെ. ഇപ്പൊ സ്റ്റാറ്റസ് ഒക്കെ കാണണം, അവിടെ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നറിയണമെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണണം അല്ലെ. അപ്പൊ അവിടെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കേക്ക് ഒക്കെ കൊടുത്തരും. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ എന്താണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും, ഓ ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു, അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അങ്ങനെയാണ്, നൈബർഹുഡ് റിലേഷൻഷിപ്പ് ഒക്കെ കുറവാണ് ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ. കൂടുതൽ ടൈമും നമ്മൾ നമ്മുടെ ഫോണിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. എന്റെ ഹസ്ബൻഡിന്റെ വീണ്ടെടുത്ത് പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് ചെല്ലുമ്പോൾ വെച്ചാല് ഒരുപാട് കുട്ടികളുണ്ടാവും. ഹസ്ബൻഡിന്റെ അതേ പ്രായത്തിലുള്ള ചേട്ടന്മാരൊക്കെ ഒരുമിച്ച് ഒത്തിരി നേരം അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല ബോണ്ടാണല്ലോ. കോവിഡിന്റെ ഒക്കെ സമയത്ത് വെച്ചാൽ എല്ലാവരും എന്താണ് അവിടെ തന്നെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നല്ലൊരു ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അവരുടെ ബിസി ലൈഫിലേക്ക് പോയി, എല്ലാവരും മാരേജ് കഴിഞ്ഞു. മാരേജ് ഒക്കെ കഴിഞ്ഞോടുകൂടി എല്ലാവരും അങ്ങോട്ട് ആ ഒരു നൈബർഹുഡ് റിലേഷൻഷിപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടെ ലോകത്ത് ആ ഒരു ഫോണിലാണ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഫോണിലാണ് കൂടുതൽ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ മൊബൈൽ ഫോണിലൊക്കെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോ മൊബൈൽ ഫോണിന്റെ വരവോടുകൂടി നൈബർഹുഡ് റിലേഷൻഷിപ്പ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മളുടെ എന്താ പറയുക നൈബർഹുഡ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് നല്ലൊരു ഷെയറിങ് ആൻഡ് ഒത്തിരി ക്വാളിറ്റീസും കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഈ നൈബർഹുഡ് റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. The community and neighborhood, the child pick up so many threads of his emotional behavior from his friends. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ചുറ്റുപാട് നിന്ന് ഒരുപാട് ഇമോഷണൽ ബിഹേവിയർ എന്ത് ചെയ്യുന്നുണ്ട്, പിക്ക് ചെയ്യുന്നുണ്ട്. The brief community is to share to give birth to fearless and courage children. നല്ലൊരു ധൈര്യം, നല്ലൊരു സൊസൈറ്റി നമ്മളൊപ്പം ഉണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി നമ്മളൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഫിയർലെസ് ആയിട്ടുള്ള നല്ല കറേജ്, നല്ല ധൈര്യമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും. Whereas children grow in emotionally polarized, the community exhibit emotional instability and emotional sustainability. എന്ന് വെച്ചാല് ഇനിയിപ്പോ അതേപോലത്തെ ഫിയർ ഒക്കെ ഉള്ളൊരു ഫിയർലെസ് അല്ലാത്തൊരു സൊസൈറ്റിയിലാണ് കുട്ടി വളർന്നു വരുന്നത്. എന്നുവെച്ചാല് തൊട്ടടുത്ത ഒരു ഫാമിലിയിലെ മെമ്പേഴ്സ് പോലും നമുക്ക് ത്രെട്ട് ആണ് അല്ലെങ്കിൽ ഭീഷണിയാണെങ്കിൽ ആ കുട്ടിയുടെ എന്താ പറയുക ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും, നമുക്ക് ഭയമായിരിക്കും കുട്ടികളിൽ. ഇമോഷണൽ സസ്റ്റൈൻ എന്നുവെച്ചാൽ ഭയങ്കര ഭയമായിരിക്കും നമുക്ക് അവിടെ താമസിക്കുമ്പോഴും. നമ്മുടെ ഭയങ്കരമായിട്ടുള്ള ഭയത്തോട് കൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത്. അവരോട് നമുക്ക് പെരുമാറാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനത്തെ സമൂഹങ്ങളും ഉണ്ട്. നൈബേഴ്സിനെ പോലും പേടിച്ച് ജീവിക്കുന്ന സമൂഹം ഇല്ലാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ സമൂഹങ്ങളുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, തൊട്ടടുത്ത വീട്ടില് ബീഫ് കറി വെച്ചു എന്ന് പറഞ്ഞ് ആ ഗൃഹനാഥനെ എന്താണ് കൊല ചെയ്തൊരു സമൂഹത്തിലാണ് നമ്മൾ വളർന്നു വരുന്നത് അല്ലെ. ഇവിടെ കേരളത്തിലല്ലാന്നേ ഉള്ളൂ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന സംഭവമാണ് അല്ലെ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എന്താണ് മറ്റ് മാംസമായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കാം. നല്ലൊരു സമൂഹമാണ് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കേണ്ടത്. ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ സമൂഹത്തിൽ തന്നെയാണ് നമ്മളുടെ കുട്ടികളും നമ്മളും ജീവിച്ചു പോകുന്നത്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടത് നല്ലതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ഇമോഷണൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാണ്. ദെൻ റോൾ ഓഫ് ദ ടീച്ചർ ആൻഡ് അടുത്ത പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മാം കഴിഞ്ഞ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടില്ലായിരുന്നേ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ. ഓക്കെ കേട്ടോ, അതുകൊണ്ട് എഴുതി വെക്കാനൊക്കെ ഞാൻ എഴുതി വെക്കുകയാണെങ്കിൽ ഞാനത് പറഞ്ഞു കൊടുക്കും, പക്ഷെ മറന്നുകൊണ്ടാവും. ഓക്കെ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് മോക്ക് ടെസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പോ നോക്കാം, ക്ലിയർ ആയിട്ട് ഒന്ന് വായിച്ചൊക്കെ നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. മാം ഈ മോക്ക് ടെസ്റ്റിന് അതേ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക? അത് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മോക്ക് ടെസ്റ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മേ ബി ക്വസ്റ്റ്യൻ സ്ട്രക്ചറിലും കാര്യങ്ങളിലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരുന്നത്. സെയിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യം ആയിരിക്കും, പക്ഷെ ഒത്തിരി വ്യത്യസ്ത രീതിയിലായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ടേം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. എന്നായിരിക്കും മാം എക്സാം? എന്നായിരിക്കും?
ടേം എക്സാം ആയിട്ടിത് 11ന്റെയും 12ന്റെ വരെയും ടേം എക്സാം ആയിട്ടുണ്ട്. ദെൻ 13 and 14 ആവാറായിട്ടുണ്ട്. ഈ ഒരു പോർഷൻ തീരില്ലേ, പാർട്ട് 1 and 2 വഴിയില്ലേ, അപ്പൊ ടേം എക്സാം വരും കേട്ടോ. പാർട്ട് 2 എത്ര യൂണിറ്റ്സ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ? ഒരെണ്ണമാണോ? ഒരു യൂണിറ്റ് ആണോ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണോ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എളുപ്പമാണോ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നല്ല ചാപ്റ്റർ ആണ്. മിക്കവാറും ടീച്ചറായിരിക്കും കേട്ടോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുന്നത്. വേണ്ടി ദിശ മാം എന്ന് പറഞ്ഞായിരുന്നു. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എളുപ്പമാണ്, നല്ല ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ഇന്റേൺഷിപ്പ് എടുക്കുമ്പോൾ ഒരു CBSE സ്കൂളിൽ എടുക്കുമ്പോഴും ഈ സ്റ്റേറ്റ് സിലബസിൽ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സ്കൂളിലും ഇന്റേൺഷിപ്പ് എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാമോ? ഐ തിങ്ക് സ്പെഷ്യൽ സ്കൂളിൽ എടുക്കണായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ അടുത്തുണ്ടെങ്കിൽ അവിടെ നമ്മള് ചെല്ലുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അത് നോർമൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നതിന് ഫസ്റ്റ് നമ്മൾ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ട്രെയിനിങ് എടുത്തിട്ടാണ് നോർമൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. കാരണം നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെത്തേഡ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആ കുട്ടികൾക്ക് കുറച്ചും കൂടി നമ്മുടെ മെത്തേഡ് കുറച്ചും കൂടി അഡാപ്റ്റ് ആണെന്ന് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ തോന്നിയിട്ടുണ്ട്. CBSE സ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ടി വരുമോ സ്പെഷ്യൽ സ്കൂളിൽ പോകാൻ? അത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണ്ട, മോണ്ടിസോറി ട്രെയിനിങ്ങിനാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ഒരു MP ഇന്റേൺഷിപ്പിന് പോകാനായിട്ട് ആ കോഴ്സ് പഠിക്കണമെന്നില്ലല്ലോ സാർ. ഇന്റേൺഷിപ്പിന് നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEd അല്ലെ? അതല്ല, നമ്മൾ ട്രെയിനിങ്ങിന് ഒരു കുട്ടിയില്ലേ, എന്റെ പരിചയത്തിൽ MP5 കുട്ടിയാണ്. ആ കുട്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പോയത്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ആ കുട്ടി ട്രെയിനിങ്ങിന് പോയപ്പോൾ കുട്ടിയുടെ എക്സ്പീരിയൻസ് സാധാരണ നോർമൽ സ്കൂളിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു രീതിയിലായിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ മെത്തേഡ് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നോർമൽ സ്കൂളിലും പോവണ്ടെന്നല്ല, പോകണം നല്ലതാണ്. പക്ഷെ നമുക്ക് കിട്ടുകയാണെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ കിട്ടുകയാണെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ പോയി നോർമൽ സ്കൂളിൽ ട്രെയിനിങ് പോവാം. മാം, ഞാൻ ഒരു ദിവസം ഒരു കൂട്ടുകാരുടെ സ്കൂളിൽ ഒരു ദിവസത്തേക്ക് കയറി മാം. കഴിഞ്ഞ തേഴ്സ്ഡേ ആയിരുന്നു, മാമിനോട് പറയാൻ പറ്റിയില്ല. കാരണം തലേദിവസമാണ് എനിക്ക് HM വിളിച്ചിട്ട് ചോദിച്ചു, ഒരു ദിവസം ലീവാണ് ടീച്ചർ, ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ 1ാം ക്ലാസ്സിൽ കയറിയായിരുന്നു കേട്ടോ മാം, ഒരു ദിവസത്തേക്ക് വേണ്ടി. കഴിഞ്ഞ തേഴ്സ്ഡേ മാമിന്റെ ക്ലാസ്സിന്റെ ദിവസം മാമിനോട് പറയാൻ പറ്റിയില്ല. അശ്വതി മാമിനോടും ജിഷ മാമിനോടും പറയാൻ പറ്റുള്ളൂ. മാമിനോട് പറയാൻ പറ്റില്ല. ഒരു ദിവസം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ദിവസം കയറി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു, ഒരു ദിവസം ഫുള്ള്. ഇനി പോകുന്നുണ്ടോ ട്രെയിനിങ്ങിന്? ഇനി അവിടെ തന്നെ നമ്മൾ എന്നാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മന്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ ക്ലാസ് അഡ്ജസ്റ്റഡ് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ അവര് പറഞ്ഞ എപ്പോഴായാലും വന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത് പോവാൻ? ഏത് മന്താണ്? ഞാൻ അങ്ങോട്ട് തീരുമാനമായിട്ടില്ല. ഒരു നവംബർ, ഡിസംബർ, ജനുവരി എല്ലാവരും ഓക്കെ ആയിട്ട് ആണെങ്കിൽ നമുക്ക് ആ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ മാം. അല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവൂലേ? ശരിയാണ്. ചില സ്കൂളുകളിൽ അവര് തന്നെ ടൈം പറയും ഇന്ന സമയത്ത് വരാനൊക്കെ. അത് ചില സ്കൂളുകൾ നമ്മളുടെ ടൈമിന് പറ്റില്ല, അപ്പൊ അവർ വിളിക്കാന്ന് പറയും, അടുത്ത ടൈമിൽ പോകാൻ പറയുള്ളൂ. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏത് ടൈമാണ് കംഫർട്ടബിൾ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങിന് നോക്കുക കേട്ടോ. പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ക്ലാസ്സിലുള്ളത് നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. പാർട്ട് 3 നമ്മുടെ എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ ആരും ആ ക്ലാസ് മിസ് ചെയ്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? Good morning, everyone. Thank you to our mom and friends. Today's class with gratitude to all. I am signing out now. See you in the next class. Thank you.